ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പീരീഡ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം തന്നെയാണ്, പക്ഷേ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് എന്നാൽ അത് പീരിയോഡിക് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, എങ്ങനെയാണ് അതിൻ്റെ പീരീഡ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ളത് എക്സ് ഓഫ് എൻ എന്നാക്കുക, ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് തന്നെ കോസ് 0.1 പൈ എൻ. ഇവിടെ ഫണ്ടമെൻ്റൽ പീരീഡിനെ നമ്മൾ ക്യാപിറ്റൽ എൻ എന്നാണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്കത് എൻ കണ്ടുപിടിക്കാം. എൻ ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ തന്നെയാണ്. ഒമേഗ യൂസ് ചെയ്യേണ്ടത് ഈ ഒമേഗയാണ്. 2 പൈ ബൈ ഒമേഗ 0. ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എന്തായിരുന്നു, കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആണെങ്കിൽ സ്മോൾ ടിയുടെ കോഎഫിഷ്യൻസ് ആണ് ഒമേഗയായിട്ട്, അനലോഗ് ഒമേഗയായിട്ട് എടുത്തിരുന്നത്. ഇവിടെ അതിന് പകരം സ്മോൾ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കാം. അതായത് 0.1 പൈ. പൈയും പൈയും ക്യാൻസലായി. ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്മോൾ എമ്മും കൂടി ഉണ്ട്. 2 പൈ എം ബൈ ഒമേഗയാണ്. അപ്പോൾ 2 എം ബൈ 0.1. 2 ബൈ 0.1 എന്ന് പറഞ്ഞാൽ 20 എം എന്ന് കിട്ടും അല്ലേ? 20 എം എന്ന് കിട്ടും. ഇനി നമുക്ക് എം കണ്ടുപിടിക്കണം. എമ്മിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് ഇൻറ്റീജിയർ വാല്യൂ എമ്മിന് കൊടുക്കുമ്പോഴാണോ ഇത് നമുക്കൊരു കറക്റ്റ് വോൾ നമ്പറായിട്ട്, ഒരു വോൾ നമ്പർ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഫുൾ ഒരു നമ്പറായിട്ട് കിട്ടുന്നത്, എൻ എന്ന് പറയുന്നത് കിട്ടുന്നത്, ആ കണ്ടീഷൻ അല്ലെങ്കിൽ ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, എം ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജിയർ വേണം എം ആയിട്ട് കൺസിഡർ ചെയ്യാൻ. എം ഈസ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജിയർ വിച്ച് റിസൾട്ട്സ് ക്യാപിറ്റൽ എൻ ആസ് എ വോൾ നമ്പർ. വോൾ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇപ്പോൾ 1 2 3 എന്നൊക്കെ പറഞ്ഞാൽ ഒരു കറക്റ്റ് വോൾ നമ്പറായിട്ട് കിട്ടണം. ഇവിടെ നമുക്ക് എമ്മിന് എന്താ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ഇൻറ്റീജിയർ പോസിറ്റീവ് ഇൻറ്റീജിയർ ഏത് കൊടുക്കണം, 1 കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് ഇൻറ്റീജിയർ നമ്മൾ സ്റ്റാർട്ടിങ് 1 എന്നാണ്. അപ്പോൾ 1 കൊടുത്താൽ തന്നെ നമുക്കത് എത്രയാവും, 20 എന്നാവും. അപ്പോൾ അതാണ് നമ്മുടെ പീരീഡ്. therefore n equal to 20 when m equal to 1. ഇതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ പീരീഡ്. n എന്ന് പറയുന്നതാണ് ഫണ്ടമെൻ്റൽ പീരീഡ്. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് കാണേണ്ടത് ഇങ്ങനെയാണ്. ഈ സിഗ്നൽ പീരിയോഡിക് ആണോ അല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എമ്മിന് നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഒരു ഇൻറ്റീജർ, ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ഏതെങ്കിലും കൊടുക്കുമ്പോൾ ഇതൊരു വോൾ നമ്പറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് എന്താവുള്ളൂ, പീരിയോഡിക് ആണ്. അപ്പോൾ ഈ എക്സ് ഓഫ് എൻ എന്താണ്, പീരിയോഡിക് ആണ്. പീരിയോഡൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ എൻ കണ്ടുപിടിച്ചത്. എൻ എന്ന് പറഞ്ഞത് 20 ആണ്. ഇതേപോലെ നമുക്ക് ബാക്കി സിഗ്നൽസിൻ്റെയും കൂടെ ചെയ്യാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്സ് ഓഫ് എൻ ഈക്വൽ ടു e raised to j 2 pi by 3 n plus e raised to j 3 pi by 4 n. ഇവിടെ നമുക്ക് രണ്ട് സിഗ്നൽസിൻ്റെ സമ്മേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് സിഗ്നൽസിനെ സെപ്പറേറ്റ് കൺസിഡർ ചെയ്തിട്ട് ഓരോ സിഗ്നലിൻ്റെയും പീരീഡ്സ് നോക്കാം. അപ്പോൾ n1 ഈക്വൽ ടു 2 പൈ എം ബൈ ഒമേഗയുടെ സ്ഥാനത്ത് എന്ത് വരും, എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ്, സ്മോൾ എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 പൈ ബൈ 3. അപ്പോൾ 2 പൈയും 2 പൈയും കട്ടാവും. ഇതെത്ര കിട്ടും, 3m എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എമ്മിന് എത്ര കൊടുക്കാം, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ എപ്പോഴും 1 ആണ്. ആ 1 കൊടുത്താൽ തന്നെ ഇതൊന്ന് എന്തായി കിട്ടും, നമുക്ക് ക്യാപിറ്റൽ N1 എന്ന് പറയുന്നത് 3 എന്ന് പറഞ്ഞൊരു വോൾ നമ്പറായിട്ട് കിട്ടും. therefore ക്യാപിറ്റൽ N1 ഈക്വൽ ടു 3 സെക്കൻഡ്സ് എന്ന് കിട്ടി. ഇനി ഇതേപോലെ N2 കണ്ടുപിടിക്കണം. സോറി, ഇവിടെ സെക്കൻഡ്സ് പറയാൻ പറ്റില്ല, ഇത് ഡിസ്ക്രീറ്റ് ആണ് അല്ലേ? അപ്പോൾ ഒരു ഇൻഡെക്സ് ആയിട്ടാണ് വരിക. അപ്പോൾ N1 ഈക്വൽ ടു 3. ഇനി N2 കണ്ടുപിടിക്കണം. അപ്പോൾ N2 കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2 പൈ എം ബൈ ഇവിടെ സ്മോൾ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 3 പൈ ബൈ 4 ആണ്. അപ്പോൾ 2 പൈയിലെ പൈയും പൈയും ക്യാൻസലായി 4 ന്യൂമറേറ്ററിലേക്ക് വരും. അപ്പോൾ 4 × 2 8 ബൈ 3 എം എന്ന് കിട്ടും N2. ഇനി ഇവിടെ എമ്മിന് ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ഏത് കൊടുത്താലാണ് ഇത് ഒരു വോൾ നമ്പറായിട്ട് കിട്ടുക, N2. അപ്പോൾ N2 നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 ബൈ 3 എം എന്നാണ്. അപ്പോൾ എമ്മിൻ്റെ പ്ലേസിൽ ഞാൻ 1 കൊടുത്തു നിൽക്കുക. അപ്പോൾ ഇത് 8 ബൈ 3 ആവും. 8 ബൈ 3 × 2 കൊടുത്തു നിൽക്കുക. അപ്പോൾ 16 ബൈ 3 എന്നാവും. അപ്പോഴും ഒരു എന്താ വരുന്നത്, ഫ്രാക്ഷൻ ഫോം ആണ് അല്ലെങ്കിൽ റേഷണൽ നമ്പറായിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്ക് എന്തായിട്ട് കിട്ടണം, വോൾ നമ്പറായിട്ട് കിട്ടണം. സോ ഈ ഡിനോമിനേറ്ററിലെ 3നെ ക്യാൻസലായി പോകുന്ന ഏതെങ്കിലും
ഒരു നമ്പർ വേണം നമുക്ക് എമ്മിന് കൊടുക്കാനായിട്ട്. അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ഏതെങ്കിലും നമ്പർ ന്യൂമറേറ്ററിൽ കൊടുത്താൽ മാത്രമേ ഇത് ക്യാൻസൽ ആവുള്ളൂ. ഇനി അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കണം എം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസിൽ ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ടുള്ള മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഏതാ? 3 തന്നെയാണ്. സോ നമുക്ക് ഈ 3നെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, ഈ ഡിനോമിനേറ്ററിലുള്ള വാല്യൂവിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെയിം വാല്യൂ എന്തായി കൺസിഡർ ചെയ്യുക? എം ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്കിവിടെ 3 ആയിട്ട് കൺസിഡർ ചെയ്തു. 8/3 × 3 എന്ന് പറഞ്ഞാൽ 8 എന്ന് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് N1 ഉണ്ട്, N2 ഉണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ റേഷ്യോ അല്ല നമ്മളിവിടെ ഡിസ്ക്രീറ്റിൽ എടുക്കുക. LCM ഓഫ് N1, N2 എടുക്കുക. LCM ഓഫ് N1, N2 എടുത്താലാണ് നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ പീരീഡ് കിട്ടുക. അപ്പോൾ ആദ്യത്തത് 3 ആയിരുന്നു, രണ്ടാമത്തത് 8 ആയിരുന്നു. 3യുടെയും 8ൻ്റെയും LCM എടുക്കാം. നമുക്ക് 3യുടെ 8ൻ്റെ LCM ചെയ്യുമ്പോൾ 2 ചെയ്യുമ്പോൾ 3 പോവില്ല, 8 4 ടൈംസ്. വീണ്ടും 2ൽ ചെയ്യുമ്പോൾ 3 പോവില്ല, 2 ടൈംസ്. അപ്പോൾ LCM എത്ര വരും? 2 × 2 × 3 × 2. 2 × 2 4, 4 × 3 12, 12 × 2 24. അപ്പോൾ നമുക്ക് LCM എത്ര കിട്ടി? 24. Therefore ഫണ്ടമെൻ്റൽ പീരീഡ് ക്യാപിറ്റൽ N ഈക്വൽ ടു LCM ഓഫ് N1, N2, അതായത് 24. അപ്പോൾ ഈ സിഗ്നലിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത് 24 ആണ്. ഈ സിഗ്നൽ പീരിയോഡിക്കാണ്. കാരണം എന്താ? N1ഉം ഒരു വോൾ നമ്പറായിട്ട് കിട്ടി, N2ഉം ഒരു വോൾ നമ്പറായിട്ട് കിട്ടി. അപ്പോൾ രണ്ടും വോൾ നമ്പർ ആയതുകൊണ്ട് തന്നെ ഈ സിഗ്നൽ എന്താണ്? പീരിയോഡിക്കാണ്. പീരിയോഡിക് ആയതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഇതാണ് സെക്കൻഡ് മോഡൽ പ്രോബ്ലം. നമുക്ക് തേർഡ് സിഗ്നൽ നോക്കണം. അപ്പോൾ കമ്പൈൻഡ് സിഗ്നൽസ് വന്നാൽ ഇങ്ങനെ LCM എടുത്തിട്ട് വേണം ചെയ്യാൻ. Third one, x of n equal to 12 cos 20n ആണ്. അപ്പോൾ നമുക്ക് n ഈക്വൽ ടു 2πm/n ൻ്റെ കോഎഫിഷ്യൻറ്റ് 20. അപ്പോൾ എത്ര വരും? 2ഉം 20ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ πm/10 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കാം, എമ്മിന് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ എന്ത് കൊടുത്താലും, അതായത് 1 ആയാലും 2 ആയാലും 3 ആയാലും 10 ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എം എത്ര കൊടുക്കാം? 10 കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനി എമ്മിന് 10 കൊടുത്തു എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ π/10 × 10 എന്ന് പറയുമ്പോൾ π എന്ന് കിട്ടും. അപ്പോൾ എം ഇഫ് എം ഈക്വൽ ടു 10 ആണെങ്കിൽ n എത്ര വരും? π എന്ന് കിട്ടും. അപ്പോഴും n എന്തായിട്ടാണ് കിട്ടുന്നത്? ഒരു റേഷണൽ നമ്പർ ആയിട്ടല്ല കിട്ടുന്നത് നമുക്ക്, അല്ലേ? അതായത് n ഒരു വോൾ നമ്പർ അല്ല. ഇതിപ്പോൾ π എന്ന് പറഞ്ഞാൽ 3.14 അല്ലെങ്കിൽ 22/7 എന്നൊക്കെ പറയും. Therefore since n is not an integer, it is not periodic. ഒരു മിനിറ്റ്, അവരോട് 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇനി നമുക്ക് ലാസ്റ്റ് വൺ നോക്കാം. x of n ഈക്വൽ ടു 3/5 e⁻j3π × n + ½ ഇതിൽ പീരീഡ് കാണാനായിട്ട് 2πm/, ഇവിടെ ഈ j3π നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ എത്ര വരും? 3πn വരും. സോ എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 3π ആണ്. പൈയും ക്യാൻസൽ ആവും. അപ്പോൾ 2/3 m എന്ന് വരും. അപ്പോൾ നമ്മൾ എമ്മിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 3 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ n ഈക്വൽ ടു 2 എന്ന് കിട്ടും ആൻസർ. അപ്പോൾ ഈ സിഗ്നൽ പീരിയോഡിക്കാണ്. കാരണം n ഇപ്പോൾ നമുക്കൊരു വോൾ നമ്പറായിട്ട് കിട്ടി. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആയിട്ട് കിട്ടി. ഇതാണ് ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതും പീരിയോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതും, പിന്നെ 2 കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് LCM എടുത്തിട്ട് ഫണ്ടമെൻ്റൽ പീരീഡ് കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെയും എക്സാമ്പിൾസ്. അപ്പോൾ ഇതെല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതേപോലെ ബാക്കി ക്ലാസിഫിക്കേഷൻ പറഞ്ഞതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം.